ശരിയാണ്, തടവുകാരെ പുനരധിവസിപ്പിക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ 4000 പേരോട് കാണിക്കുന്ന ഈ കരുണയും കരുതലും എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളോടും സാധാരണക്കാരായിട്ടുള്ള യുവതലമുറയോടും കാണിക്കാൻ പറ്റുന്നില്ല? തടവുകാർക്ക് ക്രിമിനലുകൾ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ആളുകൾക്ക് മാന്യമായ വേതനം ഉറപ്പാക്കുന്ന സർക്കാർ, അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത നമ്മുടെ സർക്കാർ, എന്തുകൊണ്ടാണ് ഈ തടവുകാർക്ക് കിട്ടുന്നതിലും കുറവായിട്ടുള്ള ബേസിക് സാലറിയുള്ള നാട്ടിലെ നാട്ടിലെ യുവതലമുറയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാത്തത്? ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറുടെ സാലറി നിങ്ങൾക്കറിയാം, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നഴ്സിൻ്റെ സാലറി നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ തടവുകാർക്ക് 3000-4000 തടവുകാർക്ക് കിട്ടുന്ന മാസ ശമ്പളത്തിലും താഴെയാണ് ലഭിക്കുന്നത്. ശരിയാണ്, തടവുകാരുടെ മുഴുവൻ ശമ്പളവും അവരുടെ കയ്യിലേക്ക് പോകുന്നില്ല, കുറച്ച് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്, വിക്ടിം റിലീഫ് ഫണ്ടിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട സംഗതി, നമ്മളുടെ ശമ്പളവും അങ്ങനെ വീട്ടു ചെലവിനൊക്കെ എടുക്കുന്നുണ്ട്. മിച്ച നോക്കുന്ന സമയത്ത് തടവുകാരുടെ അത്രയും പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ യുവതലമുറയും കുറച്ചൊരു ശ്രദ്ധ അർഹിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.